Hello students, welcome to Cantilla Learnings. So, exams ആയതുകൊണ്ട് നമ്മൾ റിവിഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ തേർഡ് ചാപ്റ്ററിന്റെ റിവിഷൻ ചെയ്യാം. 10th കെമിസ്ട്രിയിലെ തേർഡ് ചാപ്റ്റർ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി. സോ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി ആസ് എ നെയിം സജസ്റ്റ് നമുക്കിതിനെ രണ്ട് പാർട്ടാക്കി മാറ്റാൻ പറ്റും അല്ലേ? സോ ഫസ്റ്റ് വൺ എന്താണ്? റിയാക്ടിവിറ്റി സീരീസ് എന്ന സെക്ഷനും സെക്കൻഡ് വൺ ഇലക്ട്രോകെമിസ്ട്രി എന്ന സെക്ഷനും ആക്കിയിട്ടാണ് മാറ്റാൻ പോകുന്നത്. റിയാക്ടിവിറ്റി സീരീസ് എന്ന സെക്ഷനിൽ നമുക്ക് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ, എയർ, ആസിഡ് ആണ് ആദ്യം പഠിക്കാനുള്ളത്. അതിൻ്റെ ശേഷം റിയാക്ടിവിറ്റി സീരീസ് എന്താണെന്നും അതിൻ്റെ ശേഷം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസിനെ കുറിച്ചുമാണ് ആ സെക്ഷനിൽ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ സെക്ഷൻ ആയിട്ടുള്ള ഇലക്ട്രോകെമിസ്ട്രിയിൽ നമുക്ക് ഗാൽവാനിക് സെൽ എന്താണെന്ന് പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ ഇലക്ട്രോലൈറ്റിക് സെൽ എന്താണെന്ന് പഠിക്കാനുണ്ട്. പിന്നെ ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ അപ്ലിക്കേഷൻസ് ആയ ഇലക്ട്രോലൈസിസും ഇലക്ട്രോപ്ലേറ്റിംഗും പഠിക്കാനുണ്ട്. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ചാപ്റ്ററിൽ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ, എയർ ആൻഡ് ആസിഡ്സ്. സോ ഫസ്റ്റിൽ വാട്ടർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മോർ റിയാക്റ്റീവ് മെറ്റൽ റിയാക്ട് വിഗറസ്ലി. അവർ വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യും. റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം എക്സെട്ര. സോ അധികം റിയാക്ട് ചെയ്യാത്ത മെറ്റൽസ് അല്ലേ, അവർ സ്ലോ ആയിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. അവരുടെ റേറ്റ് എന്തായിരിക്കും? സ്ലോ ആയിരിക്കും. ഇനി ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് സോഡിയം എങ്ങനെയാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. എന്നിട്ട് എന്താണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് നോക്കാം. ഇവിടെ 2 സോഡിയം തന്നിട്ടുണ്ട്. 2 സോഡിയം റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ. സോഡിയം കോൾഡ് വാട്ടറുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് ഫോം ചെയ്യുന്നത്? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ സൈഡ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഹൈഡ്രജൻ കിട്ടുന്നുണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് വിൽ ബി ഇവോൾവിങ്. ഓക്കെ. പിന്നെ മെഗ്നീഷ്യം ഇസ് റിയാക്ടിങ് വിത്ത് ഹോട്ട് വാട്ടർ. മെഗ്നീഷ്യം കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യില്ല. പകരം മെഗ്നീഷ്യം ഹോട്ട് വാട്ടറുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. എന്നിട്ട് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും കിട്ടുന്നുണ്ട്. ഇനി എന്താണുള്ളത്? അയണിന്റെ കേസ് പറയുമ്പോൾ അയൺ കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യില്ല, ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യില്ല. പകരം എന്തായിട്ടാണ് റിയാക്ട് ചെയ്യുക? സ്റ്റീം ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. സ്റ്റീമായിട്ട് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറയുമ്പോൾ അതിൽ ഹീറ്റ് എനർജി കൂടുതലുണ്ട്. ആ സ്റ്റീമായിട്ട്, അതായത് നമ്മളെ വാട്ടർ വേപ്പർ, ഹൈലി ഹീറ്റ് ചെയ്ത വാട്ടർ വേപ്പറുമായിട്ടാണ് അയൺ റിയാക്ട് ചെയ്യുന്നത്. സൂപ്പർ ഹീറ്റഡ് സ്റ്റീമുമായിട്ട് അയൺ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? Fe3O4, അയണിന്റെ ഓക്സൈഡ് ആണ് കിട്ടുന്നത്. അതിന്റെ കൂടെ ഹൈഡ്രജനും കിട്ടുന്നുണ്ട്. സോ ഇത്രയും റിയാക്ഷൻസ് ആണ് നമുക്ക് വാട്ടറിന്റെ റിയാക്ഷൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്നാണ്. എയറിൽ എന്തൊക്കെ ഉണ്ട്? ഓക്സിജൻ ഉണ്ടാവാം, വാട്ടർ ഉണ്ടാവാം, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാം. നമുക്ക് അറിയുന്ന കമ്പോണൻസ് ആണ്. ഓക്സിജൻ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം അല്ലേ. പിന്നെ മോയ്സ്ചർ ആയിട്ട് വാട്ടർ വേപ്പർ ഉണ്ടെന്ന് അറിയാം. അതിന്റെ കൂടെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്നും അറിയാം അല്ലേ. സോ എങ്ങനെയാണ് സോഡിയം ഈ പറഞ്ഞ ഓക്സിജൻ ആയാലും വാട്ടർ ആയാലും കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും ഒക്കെ റിയാക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ അതിനകത്ത് എന്താണ്? ഫോർ സോഡിയം റിയാക്ടിങ് വിത്ത് ഓക്സിജൻ ടു ഗീവ് സോഡിയം ഓക്സൈഡ്. ഓക്സിജനുമായി റിയാക്ട് ചെയ്തിട്ട് സോഡിയത്തിന്റെ ഓക്സൈഡ് കിട്ടുന്നു. പിന്നെ സോഡിയം റിയാക്ടിങ് വിത്ത് വാട്ടർ നമ്മൾ പഠിച്ചല്ലേ. അവിടെ എന്തായിരുന്നു നമ്മൾ പഠിച്ചേ? വാട്ടർ. ഇവിടെ വാട്ടർ വേപ്പർ ആയിരിക്കും. സോഡിയം റിയാക്ടിങ് വിത്ത് വാട്ടർ വേപ്പർ ടു ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. പിന്നെ എന്താണല്ലേ? കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് സോഡിയത്തിന്റെ കോമ്പൗണ്ട് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് റിയാക്ട് ചെയ്യുന്നത്. സോ NaOH റിയാക്ട്സ് വിത്ത് CO2 ടു ഫോം Na2CO3 ആൻഡ് വാട്ടർ. സോഡിയം കാർബണേറ്റും അതിന്റെ കൂടെ നമുക്ക് വാട്ടറുമാണ് കിട്ടുന്നത്. ഓക്കെ. പിന്നെ മെഗ്നീഷ്യം. ഇനി നോക്കാനുള്ളത് മെഗ്നീഷ്യം എങ്ങനെയാണ് ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നത് എന്നാണ്. സോ മെഗ്നീഷ്യം റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം മെഗ്നീഷ്യം ഓക്സൈഡ്. സോ മെഗ്നീഷ്യം റിബൺ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഡള്ളായി പോകും അല്ലെ. അതിന്റെ ലസ്റ്റർ ഒക്കെ ലൂസ് ആവും, ഡള്ളായി പോകും. അതിന്റെ കാരണം എന്താ? മെഗ്നീഷ്യത്തിന്റെ മുകളിൽ ഒരു ഓക്സൈഡ് കോട്ടിങ്, ഓക്സൈഡ് ഫിലിമെന്റ് ആയി മാറുന്നതാണ് അതിന്റെ റീസൺ. സോഡിയം പൊട്ടാസ്യം പോലെ ഉള്ള വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് നമ്മൾ കെറോസിനിലാണ് സൂക്ഷിക്കാറ്. കാരണം അവർ വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്ത് ഒരുപാട് എനർജി പുറത്തു പിടിക്കും. അതുകൊണ്ട് കെറോസിനിലാണ് നമ്മൾ അവരെ
സൂക്ഷിച്ചു വെക്കാറ്. ഏതൊക്കെയാ? സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഇനി നമുക്ക് നോക്കാനുള്ളത് റിയാക്ഷൻ വിത്ത് ഡയല്യൂട്ട് ആസിഡ്സ്. ഡയല്യൂട്ട് ആസിഡ് ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കാനുള്ളത് ഏതാണ്? ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡയല്യൂട്ട് HCl ആണ്. സോ മെറ്റൽസ് റിയാക്ട് വിത്ത് ഡയല്യൂട്ട് ആസിഡ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും മെറ്റലും ഡയല്യൂട്ട് ആസിഡും റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ എങ്ങനെയായിരിക്കും ആ റിയാക്ഷൻ? നമുക്കൊരു ജനറൽ മെക്കാനിസം നോക്കാം. എമ്മിനെ മെറ്റൽ ആയിട്ടാണ്, മെറ്റൽ നമ്മൾ എം ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മെറ്റലിനെ നമ്മൾ എം ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മെറ്റൽ റിയാക്ട് വിത്ത് ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഗീവ് മെറ്റൽ ക്ലോറൈഡ്. മെറ്റൽ ക്ലോറൈഡ്, ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയതുകൊണ്ട് മെറ്റൽ ക്ലോറൈഡ് കിട്ടി. വേറെ ആയിരുന്നെങ്കിൽ വേറെ സോൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുക. സോ എന്താണ് കിട്ടുക? മെറ്റലിന്റെ സോൾട്ട് കിട്ടും. മെറ്റൽ ക്ലോറൈഡ് ആണ് ഇവിടെ കിട്ടിയത്. ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, സോ മെറ്റൽ റിയാക്ട് വിത്ത് ഡയല്യൂട്ട് HCl ടു ഗീവ് സോൾട്ട്, മെറ്റൽ ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിയാക്ടിവിറ്റി സീരീസ്. എന്താണ് റിയാക്ടിവിറ്റി സീരീസ്? സോ റിയാക്ടിവിറ്റി സീരീസ്, നമ്മളിപ്പോൾ ഇത്രയും എലമെന്റ്സ് അല്ലെങ്കിൽ മെറ്റൽസ് എന്ത് ചെയ്തു, അത് കൂടുതൽ റിയാക്റ്റീവ് ആണ്, വേറെ മെറ്റൽ വേറെ കുറച്ച് റിയാക്ടിവിറ്റിയെ കാണിക്കുന്നുള്ളൂ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. സോ ഇവരെ മെറ്റൽസിനെ, ചില പ്രത്യേക മെറ്റൽസിനെ നമ്മൾ റിയാക്ടിവിറ്റിന്റെ ബേസിസിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത്തരമൊരു സീരീസ് ആണ് റിയാക്ടിവിറ്റി സീരീസ്. സോ സീരീസ് ഒബ്റ്റെയിൻഡ് ബൈ അറേഞ്ചിങ് മെറ്റൽസ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി. എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി. റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന രീതിയിൽ നമ്മൾ ചില മെറ്റൽസിനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എന്ന് വിളിക്കുന്നത്. സോ നമുക്കൊരു റിയാക്ടിവിറ്റി സീരീസ് തന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഏതൊക്കെയാ റിയാക്ടിവിറ്റി സീരീസിലുള്ള മെറ്റൽസ് എന്ന് നോക്കാം. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയേൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ്. ഇതാണ് ഓർഡർ. സോ എന്താണ്? പൊട്ടാസ്യത്തിന് സോഡിയത്തിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലാണ്. കാൽഷ്യത്തിന് മെഗ്നീഷ്യത്തിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലാണ്. മുകളിലുള്ള മെറ്റലിന് അതിന്റെ താഴെയുള്ള, തൊട്ട് താഴെയോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള മെറ്റലിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. സോ നമുക്കിവിടെ ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. നമ്മൾ ഹൈഡ്രജനെ യൂഷ്വലി സ്റ്റാൻഡേർഡ് ആക്കി എടുക്കാറുണ്ട്. എന്നിട്ട് പറയും ഹൈഡ്രജന്റെ മുകളിലുള്ള മെറ്റൽസ് ഹൈഡ്രജനെ ഡയല്യൂട്ട് ആസിഡ്സ് എന്ന് റീപ്ലേസ് ചെയ്യും എന്ന് പറയാറുണ്ട്. ഹൈഡ്രജന്റെ താഴെ മെറ്റൽസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണുള്ളത്? കോപ്പർ ഉണ്ട്, സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഡയല്യൂട്ട് ആസിഡ് എന്ന് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, മനസ്സിലായില്ലേ? റിയാക്ടിവിറ്റി സീരീസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ എടുത്ത ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് കോൺസെപ്റ്റ്സും ക്ലിയർ ആവും. സോ റിയാക്ടിവിറ്റി സീരീസ് നന്നായിട്ട് പഠിക്കണം. സോ നമ്മൾ പറഞ്ഞു ദീസ് മെറ്റൽസ്, ഇവിടെ ആരോ മാർക്ക് തന്നിട്ടുണ്ട്. ദീസ് മെറ്റൽസ് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ബൈ റിയാക്ടിങ് വിത്ത് ഡയല്യൂട്ട് ആസിഡ്സ്. ഡയല്യൂട്ട് ആസിഡ്സുമായി റിയാക്ട് ചെയ്തിട്ട് ഈ മെറ്റൽസ് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. അതിന്റെ താഴെയുള്ള മെറ്റൽസോ ഡസ് നോട്ട് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ബൈ റിയാക്ടിങ് വിത്ത് ഡയല്യൂട്ട് ആസിഡ്സ് അല്ലേ? സോ നമ്മളിവിടെ ഡിസ്പ്ലേസ് എന്ന ടേം ശ്രദ്ധിക്കണം കേട്ടോ. ഡിസ്പ്ലേസ് എന്ന് പറയുന്നുണ്ട്. ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ആളെ മാറ്റിയിട്ട് വേറെ ആളെ കൊണ്ടുവരും അല്ലേ? ഉണ്ടായിരുന്ന ആളെ മാറ്റിയിട്ട് വേറെ ആൾ വരും. ഓക്കെ, സോ ഇത് ഓർത്തിരിക്കണേ. ഇനി മെറ്റൽസ് പ്ലേസ്ഡ് above hydrogen in a reactivity series can displace hydrogen by reacting with dilute acids, whereas metal placed below hydrogen in the reactivity series cannot. നമ്മളിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ? ഇനി നോക്കൂ, നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? സോ നമ്മൾ പറഞ്ഞു ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ചിലവർ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞല്ലേ? ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞു. ഇത്തരം റിയാക്ഷൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്. ഇങ്ങനെ ഒരാൾ മാറ്റി വേറെ ആൾ വരുന്ന, എന്താണ് പറയുക, ഒരാളെ മാറ്റിയിട്ട് അവിടെ വേറൊരാൾ വരുന്ന ഇത്തരം റിയാക്ഷൻസിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എന്ന് പറയുക. സോ a more reactive metal can displace a less reactive metal from its salt solution, whereas a less reactive metal cannot displace a more reactive metal. So ഇങ്ങനത്തെ റിയാക്ഷനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുക. A metal can displace another metal in the reactivity series that is placed below it എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. എങ്ങനെയാണ്? മുകളിലിരിക്കുന്ന മെറ്റലിന് താഴെയുള്ള മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എന്ത് പറയാം? ഒരു റിയാക്ടിവിറ്റി സീരീസ് എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് പറയാം. മനസ്സിലായില്ലേ?
സോ അതിനൊരു എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് എക്സാമ്പിൾ എഴുതാൻ നോക്കാം. സിങ്ക് റോഡും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും. അപ്പോൾ സിങ്ക് റോഡ് എടുത്തിട്ടുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ CuSO4 സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യാണ്. ഓക്കെ, സോ റിയാക്ടിവിറ്റി സീരീസ് നോക്കുന്ന സമയത്ത് ആരാണ് ആദ്യം വരുന്നത്? സിങ്ക് ആണ് മുകളിൽ വരുന്നത്, അതിന്റെ ശേഷമാണ് ആര് വരുന്നത്? കോപ്പർ വരുന്നത്. വിച്ച് മീൻസ് സിങ്ക് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ അല്ലേ? സോ ഇവിടെ എന്താ സംഭവിക്കുക? സിങ്ക് റോഡിൽ എന്താ ഉള്ളേ? സിങ്ക് മെറ്റൽ ഉണ്ട്. സോ Zn ഫുൾ എന്തുണ്ടാവും? Zn ഉണ്ടാകും അല്ലേ? CuSO4 സൊല്യൂഷനിലോ സൊല്യൂഷൻ ആയിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും? Cu2 പ്ലസ് SO4 മൈനസ് ആയിരിക്കും അല്ലേ? Cu2 പ്ലസ് SO4 മൈനസ് ഇങ്ങനെ സൊല്യൂഷനിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടാവും, ഫ്രീ അയോൺസ് ആയിട്ട്. സോ ഒരു Cu2 മാത്രമാണോ ഉണ്ടാവുക? അല്ല, സൊല്യൂഷനിൽ ഒരുപാട് Cu2 ഒരുപാട് SO4 മൈനസും ഉണ്ടാവും അല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? സിങ്ക് സൊല്യൂഷനിലുള്ള കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും ആൻഡ് കോപ്പർ എന്തായി മാറും? Cu മെറ്റൽ ആയിട്ട് മാറും. സോ നമുക്ക് റിയാക്ഷൻ നോക്കാം. റിയാക്ഷനിൽ എന്തിനാണുള്ളത്? CuSO4 കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് സിങ്ക് റോഡ് വിച്ച് ഗീവ്സ് ZnSO4. Zn എന്തായി മാറി? സൊല്യൂഷനിലോട്ട് വന്നു. ZnSO4 പ്ലസ് Cu ആയി മാറി. ഇവിടെ എന്തൊക്കെ റിയാക്ഷനാണ് നടക്കുന്നത്? നമ്മളെ സിങ്ക് റോഡിലുണ്ടായിരുന്ന സിങ്ക് ഇലക്ട്രോൺസിനെ കളഞ്ഞിട്ട്, 2 ഇലക്ട്രോൺസിനെ കളഞ്ഞിട്ട് വിട്ടുകൊടുത്തിട്ട് Zn2+ ആയി മാറി. അതിൻ്റെ കൂടെ 2 ഇലക്ട്രോൺസ്. ഈ വിട്ടുകൊടുത്ത ഇലക്ട്രോണിനെ ആര് സ്വീകരിക്കും? സൊല്യൂഷനിൽ ഉണ്ടായിരുന്ന Cu2+ സ്വീകരിക്കും. അങ്ങനെ Cu2+ പ്ലസ് 2 ഇലക്ട്രോൺസ് എന്തായി മാറും? കോപ്പർ മെറ്റലായി മാറും അല്ലേ? സോ കോപ്പർ അയോൺ കോപ്പർ മെറ്റൽ ആവും, സിങ്ക് മെറ്റൽ സിങ്ക് അയോൺ ആയിട്ട് മാറുന്നുണ്ട്. സോ ഇതാണ് ഇവിടെ സംഭവിക്കുന്ന റിയാക്ഷൻ. സോ സിങ്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ, അതായത് കോപ്പറിന്റെ സോൾട്ട് സൊല്യൂഷനിൽ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ മനസ്സിലായില്ലേ? ഇനി ഇവിടെ നോക്കൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ് എന്നുള്ളതാണ്. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ലൂസിങ് 1 or more ഇലക്ട്രോൺ. ഒരു എലമെന്റ് എന്ത് ചെയ്യാണ്? ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് സംഭവിച്ചു എന്നാ പറയാ? ആ എലമെന്റിന് ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയും. ഇനി ഒരു എലമെന്റ് ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്താ പറയാ? ആ എലമെന്റിന് എന്ത് സംഭവിച്ചു എന്നാ പറയാ? റിഡക്ഷൻ സംഭവിച്ചു എന്ന് പറയും. സോ ഇങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും ഒരു റിയാക്ഷനിൽ സംഭവിക്കാം, വ്യത്യസ്ത എലമെന്റ്സിനായിട്ട് സംഭവിക്കാം അല്ലെ? അവരെ നമ്മൾ എന്താ പറയാ? ആ തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കൂ, ഓക്സിഡേഷൻ ലോസ് 1 or more ഇലക്ട്രോൺസ്, റിഡക്ഷൻ ഗെയിൻ 1 or more ഇലക്ട്രോൺസ്. ഇനി റിഡോക്സ് റിയാക്ഷൻ എന്ന് വരുമ്പോൾ റിയാക്ഷൻ ഇൻ വിച്ച് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഹാപ്പൻസ്. ഓക്സിഡേഷനും റിഡക്ഷനും ഹാപ്പൻ ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കൂ, നമ്മൾ ഇവിടെ സിങ്കിന്റെയും കോപ്പറിന്റെയും റിയാക്ഷൻസ് കണ്ടു അല്ലെ? സിങ്ക് മെറ്റൽ ആയിരിക്കുന്ന സമയത്ത് സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരുന്നു. അത് സൊല്യൂഷനിൽ വന്നപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായി? 2+ ആയി. 0 നിന്ന് 2+ ആയി, 0 നിന്ന് +2 ആയി. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായി? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ഓക്സിഡേഷൻ എന്ന് പറയും. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയും. സോ ഹിയർ ഓക്സിഡേഷൻ ഹാപ്പൻസ്. ഓക്കെ, ഇനി കോപ്പറിന് നോക്കൂ. കോപ്പറിൽ എന്താ പവർ? എന്താ? 2+ ആണല്ലേ? സോ എത്രയായിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്? എന്താ? +2 അല്ലെ? +2 നിന്ന് എന്താണ് ചെയ്യുന്നത്? 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് Cu0, കോപ്പർ പ്യൂർ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ എന്താ കൊടുക്കേണ്ടത്? 0 കൊടുക്കണം. Cu0 ആയിട്ട് മാറുന്നുണ്ട്. സോ +2 ഉള്ള ആള് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0, 2+ നിന്ന് 0 വരുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയാണല്ലേ സംഭവിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എന്താ പറയാ? റിഡക്ഷൻ സംഭവിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെന്നും ഒന്നുകൂടെ പഠിച്ചു. എന്താ പഠിച്ചേ?
ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതും ഓക്സിഡേഷൻ ആണെന്ന് പഠിച്ചു. റിഡക്ഷന്റെ കാര്യത്തിൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണെന്നും പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസ് ചെയ്യുന്നതും റിഡക്ഷൻ ആണ് എന്ന് പഠിച്ചു. ഇത് രണ്ടും നടക്കുന്ന ഒരു റിയാക്ഷനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക എന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗാൽവാനിക് സെല്ലാണ്. സോ നമ്മൾ എന്തായിരുന്നു ചാപ്റ്ററിന്റെ ഹെഡിങ്? റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. സോ റിയാക്ടിവിറ്റി സീരീസിന്റെ അണ്ടറിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇനി പഠിക്കാനുള്ളത് ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെൽ എന്താണ്? Galvanic cell or voltaic cell is an arrangement in which chemical energy is converted into electrical energy by means of redox reaction. ഒരു റിഡോക്സ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ കഴിയുന്ന ഡിവൈസിനെയാണ് എന്ത് പറയാ? ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത്. എന്താണ്? Galvanic cell or voltaic cell രണ്ടും സെയിം ആണ്. Galvanic cell or voltaic cell is an arrangement in which a chemical energy is converted into electrical energy by means of a redox reaction. So galvanic cellന് ഒരു സ്പെഷ്യൽ സെറ്റപ്പ് ഉണ്ട്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ്? നമുക്ക് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഇലക്ട്രോഡ്സ് ആനോഡ് ഉണ്ട്, കാഥോഡും ഉണ്ട്. ഓക്കെ, സോ ഇലക്ട്രോഡ്സ് എന്താണ്? മെറ്റൽ റോഡ്സ് ആയിരിക്കും. ഓക്കെ, അതിൽ ആനോഡും കാഥോഡും ഉണ്ട്. ആനോഡും കാഥോഡും എന്താണെന്ന് നമുക്ക് പഠിക്കാം. സോ നമ്മൾ എന്തെടുക്കുകയാണ്? ഒരു സിങ്ക് റോഡ് എടുക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഇലക്ട്രോഡായിട്ടൊരു കോപ്പർ റോഡ് എടുക്കുന്നുണ്ട്. ഈ സിങ്ക് റോഡിനെ നമ്മൾ ഡിപ്പ് ചെയ്യുന്നത് ZnSO4 സൊല്യൂഷനിലാണ്. അതായത് സിങ്ക് റോഡിന്റെ തന്നെ ഒരു സോൾട്ട് സൊല്യൂഷനിലാണ്. ഓക്കെ, കോപ്പർ റോഡിനെയും ഡിപ്പ് ചെയ്യുന്നത് ഒരു CuSO4 സൊല്യൂഷനിലാണ്. അതും കോപ്പറിന്റെ സോൾട്ട് സൊല്യൂഷൻ ആണ്. ഇങ്ങനെ രണ്ട് ബീക്കറിലായിട്ട്, സെപ്പറേറ്റ് ബീക്കറിലായിട്ട്, ഒന്നിൽ സിങ്ക് റോഡും ZnSO4 സൊല്യൂഷനും മറ്റതിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് കോപ്പർ റോഡാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ഒരു വയർ, മെറ്റാലിക് വയർ വെച്ചിട്ട് കണക്ട് ചെയ്യാണ്. സോ ഹിയർ വി ആർ കണക്ടിങ് വിത്ത് മെറ്റാലിക് വയർ. മെറ്റാലിക് വയർ വെച്ച് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഇതൊരു എക്സ്റ്റേണൽ കണക്ഷൻ ആണ്. മെറ്റാലിക് വയർ വിൽ ബി എ എക്സ്റ്റേണൽ കണക്ഷൻ. പിന്നെ ഒരു ഇന്റേണൽ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജിന്റെ യൂസ് എന്താണെന്നറിയോ? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, ഒരു ചാർജിനെ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സോൾട്ട് ബ്രിഡ്ജിനെ ആഡ് ചെയ്യുന്നത്. സോ ദർ വിൽ ബി എ കംപ്ലീറ്റ് സർക്യൂട്ട്. ഓക്കെ, ഇതാണ് എന്ത്? ഈ ഇൻവേർട്ടഡ് യു ഷേപ്പിലുള്ള ട്യൂബാണ് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, സോ എന്തൊക്കെയായി? ഇലക്ട്രോഡ്സ് ആയി, സൊല്യൂഷൻസ് ആയി, സെപ്പറേറ്റ് ആയിരുന്നു. അവരെ നമ്മൾ എക്സ്റ്റേണലിയും ഇന്റേണലിയും കണക്ട് ചെയ്തു. ഈ എക്സ്റ്റേണൽ കണക്ഷനിൽ നമ്മൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എന്തുകൂടെ കൊടുക്കുന്നുണ്ട്? ഒരു വോൾട്ട് മീറ്ററും കൂടെ കൊടുക്കുന്നുണ്ട്. സോ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ വോൾട്ട് മീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് അവിടെ ഒരു കറണ്ട് ഉണ്ടായി എന്നുള്ളത് കിട്ടും. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? Zn റോഡ്, സിങ്ക് റോഡ് ആകുമ്പോൾ എന്തായിരിക്കും? Zn 0 ആയിരിക്കും അല്ലേ. സൊല്യൂഷനിൽ ആരുണ്ടാവും? Zn 2+ ഉണ്ടാവും. കാരണം അതെന്താണ്? ZnSO4 സൊല്യൂഷൻ ആണ് അല്ലേ. ഇനി കോപ്പറിന്റെ കേസിൽ നോക്കുമ്പോൾ കോപ്പർ റോഡിൽ Cu0 ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ സൊല്യൂഷനിൽ Cu2+ ഉണ്ടായിരിക്കും. എന്ത് ചെയ്യും? ഈ സിങ്ക് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് സൊല്യൂഷനിലോട്ട് വരും. സോ Zn0 ഉള്ള ആള് സൊല്യൂഷനിലോട്ട് Zn2+ ആയിട്ട് വരും. ഈ 2 ഇലക്ട്രോൺസ് ഈ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ നമ്മുടെ കോപ്പർ ഇലക്ട്രോഡിന്റെ അടുത്തേക്ക് പോകും. കോപ്പർ ഇലക്ട്രോഡിന്റെ അടുത്തേക്ക് പോകുമ്പോൾ കോപ്പർ 2+, സൊല്യൂഷനിലുള്ള കോപ്പർ 2+ എന്ത് ചെയ്യും? ആ 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് കോപ്പർ Cu0 ആയിട്ട് മാറും. സോ അങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആനോഡ് എന്താ, കാഥോഡ് എന്താ നോക്കാം. ആനോഡ് എന്താണ്? നമ്മൾ മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡ് വെച്ചിട്ടില്ലേ? ഇവിടെ ഏതായിരുന്നു? സിങ്കും കോപ്പറും ആയിരുന്നു. അതിൽ മോസ്റ്റ് റിയാക്റ്റീവ് സിങ്ക് ആയിരുന്നു. സോ നമ്മളെ ആനോഡ് എന്തായിരിക്കും? സിങ്ക് റോഡ് ആയിരിക്കും. ഇതിൽ തന്നെ ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള വെച്ചിട്ടുള്ളതായിരിക്കും എന്ത്? നമ്മുടെ കാഥോഡ്. സോ ആനോഡിൽ എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും. കാഥോഡിൽ എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും. ഓക്കെ, നമുക്ക് ആനോഡിൽ എന്ത് റിയാക്ഷനാണ് സംഭവിക്കുന്നതെന്നും കാഥോഡിൽ എന്ത് റിയാക്ഷനാണ് സംഭവിക്കുന്നതെന്നും നോക്കാം.
ഇതിന് രണ്ടിനെയും ഹാഫ് സെൽ റിയാക്ഷൻസ് എന്താ പറയാ. സോ ഇവിടെ നോക്കൂ, രണ്ടും രണ്ട് ഹാഫ് ആയിട്ടാണല്ലേ എടുത്തിട്ടുള്ളത് നമ്മൾ. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. സോ ഇത് രണ്ടും എന്താണ്, രണ്ട് ഹാഫ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഇതിന് നമ്മൾ ഹാഫ് സെൽസ് എന്നാണ് പറയാ. അവിടെ നടക്കുന്ന റിയാക്ഷന് നമ്മൾ ഹാഫ് സെൽ റിയാക്ഷൻസ് എന്നാണ് പറയാ. സോ നമുക്ക് ആനോഡിൽ എന്ത് റിയാക്ഷൻ ആണ് നടക്കുന്നത് നോക്കാം. സോ ആനോഡ് റിയാക്ഷൻ, ആനോഡിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്, സിങ്ക് റോഡും ZnSO4 സൊല്യൂഷനും. സോ സിങ്ക് Zn0 is converting into Zn2+. റോഡിൽ ഉണ്ടായിരുന്ന സിങ്ക് സൊല്യൂഷനിലോട്ട് പോവാണല്ലേ. സോ Zn2+ പ്ലസ് 2 ഇലക്ട്രോൺ. സോ 0 to +2 ആകുന്നു, ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഇനി കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്, കാഥോഡിൽ Cu2+, സൊല്യൂഷനിലുള്ള കോപ്പർ Cu2+ എന്തായി മാറുകയാണ്, Cu0 ആയിട്ട് മാറുകയാണ്. Cu2+ plus 2 electrons gives Cu0. ഇപ്പോൾ 2+ ആയിരുന്ന ആള് 0 ആയി മാറുകയാണ്. അവിടെ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. സോ ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും സംഭവിക്കുന്നു. ഇതാണ് രണ്ട് ഹാഫ് സെൽ റിയാക്ഷൻസ്. ഇനി നമുക്ക് ടോട്ടൽ സെൽ റിയാക്ഷൻ അല്ലെങ്കിൽ മൊത്തത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഹാഫ് സെൽ റിയാക്ഷനും ഇവിടെ എഴുതണം. ഓക്കെ, സോ ദിസ് വാസ് ആനോഡ് റിയാക്ഷൻ ആൻഡ് ദിസ് വാസ് കാഥോഡ് റിയാക്ഷൻ. സോ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നോക്കൂ, ആരോന്റെ രണ്ട് സൈഡിലും നോക്കിയിട്ട് ടാലി ചെയ്യണം. സോ രണ്ട് സൈഡിലും ആരുണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. സോ അവരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, Zn plus Cu2 plus gives Zn2 plus Cu. Zn plus Cu2 plus Zn plus Cu2 plus gives Zn2 plus Cu. സോ ഇതാണ് നമ്മളെ ഗാൽവാനിക് സെല്ലിലെ റിയാക്ഷൻ. നമ്മൾ എടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ്, സിങ്കും കോപ്പറും ഗാൽവാനിക് സെല്ലിന്റെ റിയാക്ഷൻസ് മനസ്സിലായില്ലേ. സോ ഇനി പഠിക്കാനുള്ളത് സോൾട്ട് ബ്രിഡ്ജിനെ കുറിച്ചിട്ടാണ്. സോ നമ്മൾ ഗാൽവാനിക് സെല്ല് പറഞ്ഞപ്പോൾ ഒരു ഇന്റേണൽ ബ്രിഡ്ജ് ഉണ്ട്, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. സോ അവരെങ്ങനെയാണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് പഠിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് സോൾട്ട് ബ്രിഡ്ജ് എന്താണെന്ന് നോക്കാം. സോൾട്ട് ബ്രിഡ്ജ് ഇസ് എ U-tube fitted with a paste made by mixing gelatin or agar-agar gel and a salt like KCl, KNO3 and NH4Cl. NH4Cl അല്ലെങ്കിൽ KNO3, KCl പോലത്തെ സോൾട്ട് ഒരു അഗാർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ജലാറ്റിനുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇൻവേർട്ട് ചെയ്ത് വെക്കുന്നതാണ് നമ്മളെ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സംഭവം. സോ ഇവിടെ എന്തുണ്ട്, സോൾട്സ് ഉണ്ട് അല്ലേ. സോൾട്സ് അയോൺസിനെ തരും. നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് പോകുന്നുണ്ട്. സോ ഇലക്ട്രോൺസ് പോകുമ്പോൾ ഒരു സൈഡിൽ കൂടുതൽ പോസിറ്റീവ് ചാർജ് വരും, മറ്റേ സൈഡിൽ കൂടുതൽ നെഗറ്റീവ് ചാർജ് ബിൽഡപ്പ് ആവും അല്ലേ. സോ ഇവിടെ ഒരു സൈഡിൽ പോസിറ്റീവും ഒരു സൈഡിൽ നെഗറ്റീവും ആയിട്ട് നിർത്താൻ കഴിയില്ല. അതിന് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. സോ ഏത് സൈഡിലാണോ പോസിറ്റീവ് കൂടുതലുള്ളത് ആ സൈഡിലോട്ട് നമ്മുടെ അയോൺസ് പോയിട്ട് അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി കൊണ്ടുവരും. മറ്റേ സൈഡിൽ അതേപോലെ ഓപ്പോസിറ്റ് ചാർജിൽ അയോൺസ് പോയിട്ട് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി കൊണ്ടുവരും. അങ്ങനെയാണ് സോൾട്ട് ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ചാണ്. ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താ പഠിച്ചേ, ഒരു കെമിക്കൽ എനർജീനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നത് പഠിച്ചു. സോ അതിനെ തിരിച്ചും സംഭവിക്കും. എന്ത് സംഭവിക്കാം, ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഡിവൈസ് ആണ് ഇലക്ട്രോലൈറ്റിക് സെൽ. സോ നമുക്ക് നോക്കാം. ഇലക്ട്രോലൈറ്റിക് സെൽ ഇസ് എൻ അറേഞ്ച്മെന്റ് which electrical energy is converted into chemical energy by means of a redox reaction. നേരത്തെ പറഞ്ഞതിന് നേരെ തിരിച്ച് അവിടെ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുകയായിരുന്നു, ഇവിടെ കെമിക്കൽ എനർജിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ സിമിലർലി ഹിയർ വി ഹാവ് എ സെറ്റപ്പ്. എന്തായിരിക്കും, ഒരു ബീക്കറിൽ നമ്മളൊരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എടുക്കുന്നുണ്ട്. ബീക്കറിൽ നമുക്കൊരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഉണ്ട്, ഒരു ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. സോ 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഉണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ബാറ്ററിയും ഉണ്ട്. ഓക്കെ, സോ ഇലക്ട്രോലൈറ്റ്സിന് ചില പ്രത്യേകതകളുണ്ട്. എന്താണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി
ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വസ് സ്റ്റേറ്റ്. അക്വസ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലോ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ദേ അണ്ടർഗോ എ കെമിക്കൽ ചേഞ്ച്. അവർക്കൊരു കെമിക്കൽ ചേഞ്ച് കൂടെ സംഭവിക്കും. ആൻഡ് ദീസ് ആർ കോൾഡ് ഇലക്ട്രോലൈറ്റ്സ്. Okay, so substance which conduct electricity in molten state or in aqueous state, aqueous solution undergo a chemical change are called electrolytes. ഇവർക്ക് എക്സാമ്പിൾ ഏതൊക്കെയാ? ആസിഡ്സ് വരാം, ആൽക്കലീസ് വരാം, സോൾട്ട്സ് വരാം. സോൾട്ട് എപ്പോഴാ ഗുഡ് ഇലക്ട്രോലൈറ്റ് ആവുക? ഒരു മോൾട്ടൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ സ്റ്റേറ്റിൽ. അവരുടെ സൊല്യൂഷൻ സ്റ്റേറ്റ് ആകുമ്പോൾ അവർക്ക് ഫ്രീ മൂവ്മെന്റ്സ് ഉണ്ടാകും. അതേപോലെ തന്നെ അവരുടെ മോൾട്ടൺ സ്റ്റേറ്റ് ആകുമ്പോൾ അവർക്ക് ഫ്രീ മൂവ്മെന്റ്സ് ഉണ്ടാകും. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്നത്, മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ സൊല്യൂഷൻ സ്റ്റേറ്റ്. ഓക്കെ, സോ ഇലക്ട്രോലൈറ്റ്. ഇവിടെ ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യും? ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ്, ഒരു ഇലക്ട്രോഡിൽ നിന്ന് മറ്റേ ഇലക്ട്രോഡിക്ക് കറണ്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ ഒരു കെമിക്കൽ ചേഞ്ച് ആ ഇലക്ട്രോലൈറ്റിന് സംഭവിക്കും. സോ അങ്ങനെയാണ് നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് അധികം പെട്ടെന്ന് നടക്കാത്ത, സ്പോണ്ടേനിയസ് അല്ലാത്ത, നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് ഒരു കെമിക്കൽ എനർജി കിട്ടുന്നു. സോ ദാറ്റ് ഈസ് ദ ഐഡിയ ഓഫ് ഇലക്ട്രോലൈറ്റിക് സെൽ. ഇലക്ട്രോലൈറ്റിക് സെല്ലിന് ഡ്യൂറിംഗ് ഇലക്ട്രോലൈസിസ് ആനയോൺസ് മൂവ് ടുവേർഡ്സ് ആനോഡ്. ആനയോൺസ് മൂവ് ടുവേർഡ്സ് ആനോഡ്സ്. ആനയോൺസിന് എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. കാറ്റയോൺ, പോസിറ്റീവ് അയോൺസ് മൂവ് ടുവേർഡ്സ് കാഥോഡ്. സോ ഇലക്ട്രോലൈസിസ് നടക്കുന്ന സമയത്ത് ആനയോൺസ് ആനോഡിലോട്ടും കാറ്റയോൺസ് കാഥോഡിലോട്ടും മൂവ് ചെയ്യും. സോ നമുക്കൊരു കമ്പാരിസൺ നോക്കാം. നമ്മളിപ്പോൾ ഗാൽവാനിക് സെല്ലിനെ കുറിച്ച് അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലിനെ കുറിച്ചും പിന്നെ എന്തും കൂടെ പഠിച്ചു? ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കൂടെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്കതിൻ്റെ കമ്പാരിസൺ നോക്കാം. ഹൗ ദേ ആർ ഡിഫറെൻറ്റ്. ഓക്കെ, സോ ഗാൽവാനിക് സെൽ ആൻഡ് ഇലക്ട്രോലൈറ്റിക് സെൽ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ വരുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആവും. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻസ്. സെക്കൻഡ് വൺ എന്താണ്? ആനോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് ആണ്. ഏതില്? ഗാൽവാനിക് സെല്ലിൽ. സോ കാഥോഡ് ഇസ് പോസിറ്റീവ് ഇലക്ട്രോഡ്. ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും ആണ് ഗാൽവാനിക് സെല്ലിൽ വരുമ്പോൾ. എന്നാൽ നേരെ തിരിച്ചായിരിക്കും എവിടെ വരുമ്പോൾ? ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ വരുമ്പോൾ. ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആയിരിക്കും. ആനോഡ് വിൽ ബി പോസിറ്റീവ് ആൻഡ് കാഥോഡ് വിൽ ബി നെഗറ്റീവ്. പിന്നെ എന്താണുള്ളത്? റിയാക്ഷൻ ഇസ് സ്പോണ്ടേനിയസ്. റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. കെമിക്കൽ എനർജി നടക്കുന്നത്, കെമിക്കൽ എനർജി ഉണ്ടാവുന്നുണ്ട്. റിയാക്ഷൻ പെട്ടെന്ന് നടന്നിട്ട് കെമിക്കൽ എനർജി ഉണ്ടാവുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ട്. സോ എന്താണ്? സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. പക്ഷേ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നടക്കുന്നത് ഒരു നോൺ സ്പോണ്ടേനിയസ് ആണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഇഗ്നീഷൻ ആയിട്ട് ഇലക്ട്രിസിറ്റീനെ കൊടുക്കേണ്ടി വരുന്നത്. സോ ഇലക്ട്രോലൈറ്റിക് സെല്ലിലെ റിയാക്ഷൻ ഇസ് എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഇനി ഇലക്ട്രോലൈസിസിനെ കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. ഇലക്ട്രോലൈസിസ് ഏതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെയും പിന്നെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെയും ഇലക്ട്രോലൈസിസ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആയിരിക്കുന്ന സമയത്ത് അവിടെ സോഡിയം ക്ലോറൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ? NaCl gives Na++Cl-. പക്ഷേ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വാട്ടറിൽ സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യാണ്. അവിടെ വാട്ടറും ഉണ്ടാവും, സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. സോ NaCl Na++Cl-. വാട്ടറോ? വാട്ടർ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? H2O gives H++OH-. ഓക്കെ, സോ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആകുമ്പോൾ NaCl മാത്രമേ ഉണ്ടാവുള്ളൂ. NaCl gives Na++Cl-. പിന്നെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ സോഡിയത്തിന്റെയും ഇലക്ട്രോലൈസിസ് നടക്കും, വാട്ടറിന്റെയും ഇലക്ട്രോലൈസിസ് നടക്കും. ഇനി നമുക്കൊരു കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യാം. സോ കാഥോഡ്, ആനോഡ്. ഈ ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ ആണല്ലേ സംഭവിക്കുന്നത്. ആനോഡ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ആരാണ് ആനോഡിലോട്ട് പോകുന്നത്? ആനയോൺസ് ആണ് ആനോഡിലോട്ട് പോകുന്നത്. സോ ആനയോൺസ് മൂവ് ടുവേർഡ്സ് ആനോഡ് ആൻഡ് എന്താ അവർക്ക് സംഭവിക്കുക? ഓക്സിഡേഷൻ സംഭവിക്കും. കാഥോഡിന്റെ കേസിലോ? കാഥോഡിൽ റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. സോ റിഡക്ഷൻ. ആൻഡ് കാഥോഡിലോട്ട് ആരാ പോവാ? കാറ്റയോൺസ്. കാറ്റയോൺസിന് എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്.
ആനയോൺസിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത്. സോ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ നമ്മൾ ക്ലോറിൻ Cl മൈനസ് ആകുമ്പോൾ നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ആനയോൺ ആണ്. അവര് ആനോഡിലോട്ട് പോകും. ആനോഡിലോട്ട് പോയിട്ട് അവിടുന്ന് ക്ലോറൈഡ് ഗ്യാസ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് ഇവോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കൂ, ക്ലോറിൻ ഗ്യാസ് ആണ് ആനോഡിൽ ഉണ്ടാവുന്നത്. പിന്നെ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ സോഡിയം ക്ലോറൈഡ് പിന്നെ Na+ ഉണ്ടല്ലേ. Na+ എന്താണ്? കാറ്റയോൺ ആണ്. കാഥോഡിലോട്ട് പോവും. അവിടെ എന്താ സംഭവിക്കുക? റിഡക്ഷൻ സംഭവിക്കും. കാഥോഡിൽ റിഡക്ഷൻ സംഭവിക്കും. ഈ റിഡക്ഷൻ സംഭവിച്ചിട്ട് അവിടെ നമുക്ക് സോഡിയം കിട്ടും. ഓക്കെ, ഇത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ കേസിലായിരുന്നു. ഇനി സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ കേസിൽ നോക്കുമ്പോൾ എന്തുണ്ട്? Cl- ഉണ്ട്, OH- ഉണ്ട്. Cl- കൂടുതൽ ആയിട്ടുള്ള ആനയോൺ ആണ് കൂടുതൽ ഓക്സിഡേഷൻ കപ്പാസിറ്റി ഉള്ളത്, ടെൻഡൻസി ടു ഓക്സിഡേഷൻ ഉള്ളത്. ഓക്കെ, സോ Cl- അവിടെ പെട്ടെന്ന് എന്ത് സംഭവിക്കുക? ഓക്സിഡേഷൻ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ സൊല്യൂഷന്റെ കേസിലായാലും മോൾട്ടൺ കേസിലായാലും നമുക്ക് ആനോഡിൽ കിട്ടുന്നത് ക്ലോറിൻ ഗ്യാസിനെയാണ്. ഓക്കെ, Cl2. ഇനി കാഥോഡിൽ എന്തുണ്ടാകും? നമ്മളെ സോഡിയം Na+ ഉണ്ടാകും, കൂടെ H+ ഉണ്ടാകും അല്ലെ. ഇവിടെ മോർ ടെൻഡൻസി ഉള്ളത് H+നാണ്. എന്തിനു വേണ്ടിയിട്ട്? റിഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. സോ കാഥോഡിൽ H+ ആണ് റെഡ്യൂസ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ആയി മാറുന്നത്. സോ ഇവിടെ H2. സൊല്യൂഷൻ കേസിൽ വരുമ്പോൾ H2 ആയിരിക്കും റിഡക്ഷൻ ചെയ്ത് H2 ആയിരിക്കും അവിടുത്തെ പ്രോഡക്റ്റ്, അതായത് ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും അവിടുത്തെ പ്രോഡക്റ്റ്. മോൾട്ടൺ കേസിലാകുമ്പോൾ അവിടുത്തെ പ്രോഡക്റ്റ് സോഡിയം ആയിരിക്കും. ഇതാണ് മോൾട്ടനും സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ഇലക്ട്രോലൈസിസിന്റെ കുറച്ച് അപ്ലിക്കേഷൻസ്. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിന് എന്താണ്? ഇലക്ട്രോലൈസിസ് ഒരു ആപ്ലിക്കേഷൻ ആണ് മെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മെറ്റൽസ് എർത്തിൽ ക്രസ്റ്റിൽ കാണുന്ന രീതിയിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അവരെ റിഫൈൻ ചെയ്തിട്ടൊക്കെ എടുക്കും. ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കും, അതിനെ ഓക്സൈഡ്സ് ആക്കി മാറ്റും, അതിനെ റിഫൈൻ ചെയ്തെടുക്കും. ആ സ്റ്റെപ്സിലൊക്കെ നമ്മൾ ഇലക്ട്രോലൈസിസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് വൺ, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്. മെറ്റൽസിന് മാത്രമല്ല നോൺ മെറ്റൽസിന്റെ പ്രൊഡക്ഷനും ആരാവശ്യമുണ്ട്? ഇലക്ട്രോലൈസിസിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. പിന്നെന്താ? പ്രൊഡക്ഷൻ ഓഫ് അതർ കോമ്പൗണ്ട്സ്. വേറെ ചില കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോലൈസിസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ റിഫൈനിങ് ഓഫ് മെറ്റൽസും യൂസ് ചെയ്യുന്നുണ്ട്. റിഫൈനിങ് ഓഫ് മെറ്റൽസിലെ ഒരു സ്റ്റെപ്പാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോലൈസിസ് ആണ്. പിന്നെ ലാസ്റ്റ്ലി ഇലക്ട്രോപ്ലേറ്റിംഗ്. ഒരു മെറ്റലിന്റെ മുകളിൽ വേറൊരു മെറ്റൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോലൈസിസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാ ഹെൽപ്പ് ചെയ്യുക? റസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലിനെ കോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് വരില്ല? റെസ്റ്റ് ഒന്നും വരില്ല. ഓക്കെ, സോ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് കോട്ടിംഗ് ഓഫ് എ മെറ്റൽ ഓൺ അനദർ മെറ്റൽ. ഒരു മെറ്റലിന്റെ പുറത്ത് വേറൊരു മെറ്റൽ ഇലക്ട്രോലൈസിസ് ഉപയോഗിച്ച് കോട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കൂ, ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓവർ അനദർ മെറ്റൽ യൂസിങ് ഇലക്ട്രോലൈസിസ് ഇസ് നോൺ ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. സോ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതും എന്താണ്? ഇലക്ട്രോലൈറ്റിക് സെൽ അല്ലേ. സോ ഇലക്ട്രോലൈറ്റിക് സെൽ ആകുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ആനോഡ് ഉണ്ടാവും, കാഥോഡ് ഉണ്ടാവും. സോ ആനോഡ് ഉണ്ടാവും, കാഥോഡ് ഉണ്ടാവും, പിന്നെ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ഒരു മെറ്റൽ മറ്റൊരു മെറ്റലിന്റെ പുറത്ത് കോട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ ബാറ്ററി ഉണ്ടല്ലേ. ബാറ്ററിന്റെ ഒരു എൻഡ് ആനോഡിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡ് കാഥോഡിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോട്ട് ചെയ്യേണ്ട അയൺ ബാങ്കിൾ ഇവിടെ എവിടെയാണ് വെച്ചിട്ടുള്ളത്? കാഥോഡിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കോട്ട് ചെയ്യാൻ പോകുന്ന മെറ്റൽ ആനോഡിലാണ് വെച്ചിട്ടുള്ളത്. അതേ മെറ്റലിന്റെ സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം എന്ത്? ഇലക്ട്രോലൈറ്റ്. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഒരു കോപ്പർ റോഡാണ് എടുത്തിട്ടുള്ളത്. കോപ്പർ റോഡ് എന്ന് പറയുമ്പോൾ Cu0. പിന്നെ സൊല്യൂഷനിൽ ആരുണ്ട്? Cu2+ ഉണ്ട്. സോ ഇലക്ട്രിസിറ്റി വരുന്ന സമയത്ത് ഈ Cu2+ ഇലക്ട്രോൺസിനെ സ്വീകരിച്ചിട്ട് വളയുടെ മുകളിൽ, അതായത് അയൺ ബാങ്കിളിന്റെ മുകളിൽ പോയിട്ട് കോട്ട് ചെയ്ത് Cu0 ആയിട്ട് മാറും. ഇവിടെ Cu0 ആയിട്ടുണ്ടായിരുന്ന ആനോഡ് എന്താണ്? ഇലക്ട്രോൺസിനെ കളഞ്ഞ് Cu2+ ആയി സൊല്യൂഷനിൽ വരും. അങ്ങനെ സൊല്യൂഷനിലുള്ള 2+ ഒക്കെ Cu2+ ഒക്കെ
എവിടെ പോയി കോട്ട് ചെയ്യും? അയൺ ബാങ്കിളിൽ പോയി കോട്ട് ചെയ്യും. അതേപോലെ നമ്മളെ ആനോഡിലുള്ള Cu0 ഒക്കെ എന്തായി മാറും? Cu2+ ആയി സൊല്യൂഷനിലോട്ട് വരും. അങ്ങനെയാണ് ആ സൈക്കിള് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിയാക്ഷൻസ് നോക്കാം. ആനോഡിൽ നമ്മൾ കോപ്പർ ആണല്ലേ വെച്ചിട്ടുള്ളത്. കോപ്പർ എന്ന് പറയുമ്പോൾ Cu0 എന്തായി മാറാണ്? ഇലക്ട്രോൺസിനെ കളഞ്ഞിട്ട്, ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തിട്ട് അവിടെ Cu2+ ആയി മാറാണ്. 0 to 2+. എന്താണ് സംഭവിക്കുന്നത്? 0 +2 ആകുന്നു. ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഓക്കെ, ഓക്സിഡേഷൻ. ഇലക്ട്രോലൈറ്റിന് എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോലൈറ്റ് എന്തായിരുന്നു? Cu2+ SO4 കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആയിരുന്നു അല്ലേ. സോ Cu2+ ഇലക്ട്രോൺസിനെ സ്വീകരിച്ചിട്ട് Cu0 ആയി മാറാണ്. സോ 2 + 2 0. അവിടെ എന്താ സംഭവിക്കുന്നത്? റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. റിഡക്ഷൻ. റിയാക്ഷൻ ഹാപ്പൻസ് അറ്റ് കാഥോഡ്. കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ Cu2+ പോയിട്ട് Cu ആയിട്ട് കോട്ട് ചെയ്തു. നമ്മൾ വെച്ചിട്ടുള്ള അയൺ ബാങ്കിളിന്റെ മുകളിൽ കോപ്പർ കോട്ടിംഗ് വരുന്നുണ്ട് അല്ലേ. അതെങ്ങനെ എവിടെയാണ് സംഭവിക്കുന്നത്? കാഥോഡിലാണ് സംഭവിക്കുന്നത്. നേരെ മറിച്ച് ആനോഡിലോ നമ്മൾ വെച്ചിട്ടുള്ള കോപ്പർ റോഡ് ഡിസോൾവ് ആയി ശോഷിച്ച് പോകും. ഓക്കെ, പിന്നെ ദസ് കോപ്പർ ഗെറ്റ് കോട്ടഡ് ഓൺ അയൺ ബാങ്കിൾ. ഇങ്ങനെയാണ് നമ്മളെ കോപ്പർ അയൺ ബാങ്കിളിന്റെ മുകളിൽ കോട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് മെറ്റൽസും ഏതൊക്കെ മെറ്റൽസ് ആണ് കോട്ട് ചെയ്യേണ്ടത്, അതിനു വേണ്ടി യൂസ് ചെയ്യേണ്ട ഇലക്ട്രോലൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്താണ്? കോപ്പറിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആയിരുന്നു അല്ലേ എടുത്തത്. സോ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. സിൽവർ, നമുക്ക് ഒരു സിൽവർ ആണ് വേറൊരു മെറ്റലിന്റെ മുകളിൽ കോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സിൽവറിന്റെ വളയാണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ സിൽവറിന്റെ സ്പൂൺ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഏത് സൊല്യൂഷൻ എടുക്കുക? സിൽവർ നൈട്രൈഡ് സൊല്യൂഷൻ ഓർ സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ നൈട്രൈഡ് സൊല്യൂഷൻ. സിൽവർ നൈട്രൈഡ് സൊല്യൂഷൻ മാത്രമോ അല്ലെങ്കിൽ സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് സൊല്യൂഷൻ. സോഡിയം നൈട്രൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് സൊല്യൂഷൻ ആണ് എടുക്കേണ്ടത്. പിന്നെ ഗോൾഡ് ആയിരിക്കുന്ന സമയത്ത് ഏതാ ഇലക്ട്രോലൈറ്റ് വരിക? സോഡിയം സയനൈഡ് പ്ലസ് ഗോൾഡ് സയനൈഡ് സൊല്യൂഷൻ. അവര് മിക്സ്ചർ സോഡിയം സയനൈഡിന്റെ കൂടെ ഗോൾഡിന്റെ സയനൈഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആക്കി എടുക്കേണ്ടത്. സോ ഇവിടെ നോക്കൂ, നമ്മൾ പറഞ്ഞു സിൽവർ ആയിരിക്കുന്ന സമയത്തും ഗോൾഡ് ആയിരിക്കുന്ന സമയത്തും സോഡിയം സയനൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ സോഡിയം സയനൈഡ് യൂസ് ചെയ്യുന്നത്? ഗോൾഡ് സയനൈഡോ അല്ലെങ്കിൽ സിൽവർ സയനൈഡോ സൊല്യൂഷനിൽ നിന്ന് പെർസിപ്പിറ്റേറ്റ് ചെയ്ത് ഒഴിവായി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ സോഡിയം സയനൈഡിനെ യൂസ് ചെയ്യുന്നത്. സോ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് റെസ്പെക്റ്റീവ് എന്തെടുക്കണം? ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻസ് എടുക്കണം. സോ നമ്മൾ ഏത് മെറ്റലാണോ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മെറ്റലിന്റെ സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം എപ്പോഴും ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. സോ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. Here we go and all the best.